നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മക്കളെ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൻ്റെ വരാൻ പോകുന്ന 17ാം തീയതി SLC പരീക്ഷയിൽ 10ാം ക്ലാസ്സുകാർക്ക് ഉറപ്പായും ചോദിക്കുന്ന 100% ചോദിക്കാൻ സാധ്യതയുള്ള കൺസ്ട്രക്ഷൻ എന്ന പോർഷൻ അല്ലെങ്കിൽ വരയ്ക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ഒരു പോർഷനിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മാത്രം ഈ വരയ്ക്കാനുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മക്കളെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയോ, ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ഏരിയ 18 cm സ്ക്വയർ ആൻഡ് ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. എടാ, ക്വസ്റ്റ്യൻ പറയുന്നത് 18 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് വരത്തുള്ളൂ കേട്ടോ. മലയാളമീഡിയക്കാരുടെ ക്വസ്റ്റ്യനിലടാ 18 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരം വരയ്ക്കുക, അതേ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. എടാ, ആദ്യം നമ്മൾ ഈ പറയുന്ന ഏരിയ വരുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ അവന്മാർക്ക് വരച്ചു കൊടുക്കുക. പറയുന്ന അളവ് ഈ 18 cm സ്ക്വയർ എന്ന് പറയുന്ന അളവിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. ശേഷം അതേ ഏരിയ വരുന്ന എന്ത് വരയ്ക്കുക, ഇത് 18 തന്നെ ഏരിയ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. സിമ്പിളാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവർ പറയുന്ന ഏരിയ എന്താണ്. എടാ, ഏരിയ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് 18 cm സ്ക്വയർ എന്നാണ് പറഞ്ഞത്. 18 cm സ്ക്വയർ. എടാ, ഏരിയ എങ്ങനെയാണ് കാണുന്നത്? ഏരിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലേ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്നല്ലേ പറഞ്ഞത്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 18. ഏരിയ ഡിക്വേഷൻ എന്തുവാടാ? L × B അല്ലേ? അപ്പോൾ ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലേ 18? എന്തോ ഒരു ലെങ്തും ഏതോ ഒരു ബ്രെഡ്ത്തും വരുമ്പോഴാണ് ഉത്തരം 18 എന്ന് കിട്ടുന്നത്. ഏത് രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഉത്തരം 18 എന്ന് കിട്ടുന്നത്? അപ്പോൾ ഏരിയ 18 വരണമെങ്കിൽ ഏരിയ 18 cm സ്ക്വയർ വരണമെങ്കിൽ ലെങ്ത് എന്തായിരിക്കണം, ബ്രെഡ്ത്ത് എന്തായിരിക്കണം? നമുക്ക് ഉറപ്പിച്ചിൻ്റെ നമ്പർ എന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാടാ, 6 × 3 6 × 3 18 അല്ലേ? അത് മാത്രമുള്ള 18 അല്ല. 9 × 2 18 അല്ലേടാ? ഇനി 18 × 1 18 അല്ലേ? ഈ കൂട്ടത്തിൽ ഏത് വെച്ച് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഈ 6ഉം 3ഉം എടുത്ത് വരയ്ക്കാം. ലെങ്ത് 6 ബ്രെഡ്ത്ത് 3. ലെങ്ത് 6ഉം ബ്രെഡ്ത്ത് 3ഉം ആണെങ്കിൽ ആൻസർ എത്ര വരും? 18 വരും. ഇനി ലെങ്ത് 9ഉം ബ്രെഡ്ത്ത് 2ഉം ആണെങ്കിൽ 18 വരും. ലെങ്ത് 18ഉം ബ്രെഡ്ത്ത് 1ഉം ആണെങ്കിലും ഉത്തരം ഏരിയ 18 വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ അളവുള്ള എടുത്ത് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് കുറവുള്ളവരെടുത്ത് വരയ്ക്കുക. ഇപ്പം 6ഉം 3ഉം തമ്മിലുള്ള അകലം എന്താണ്? ഒരു 3 നമ്പേഴ്സിൻ്റെ അകലമേ ഉള്ളൂ. 9ഉം 2ഉം തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എത്ര ഉണ്ട്? ഒരു 7ൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ആണെങ്കിലും അത്യാവശ്യം ഒരു 17 ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം അടുത്തടുത്തുള്ള നമ്പേഴ്സ് തമ്മിലെടുത്ത് ലെങ്തും ബ്രെഡ്ത്തും അടുത്തടുത്തുള്ളവരെടുത്ത് വരയ്ക്കുന്നതാണ് നല്ലതെന്ന് വെച്ചാൽ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് 6ഉം 3ഉം ലെങ്ത് 6ഉം ബ്രെഡ്ത്ത് 3ഉം വരുന്ന രീതി വരയ്ക്കുക. എടാ, അപ്പം ലെങ്ത് 6ഉം ബ്രെഡ്ത്ത് 3ഉം ഉള്ള റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതേ സിമ്പിൾ മാർഗമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതേ ആദ്യം ലെങ്ത് 6 നിങ്ങൾ സ്കെയിലിൽ എടുക്കുമ്പോൾ കറക്റ്റ് അളവൊക്കെ വന്നോളൂ. ലെങ്ത് 6 എടുക്കുക. ഇപ്പോൾ 6 cm ആയി. നിങ്ങൾ കറക്റ്റ് അളവെടുത്ത് വരച്ചാൽ മതി. സ്കെയിലും എടുത്ത് കൈ വെക്കുക. കോമ്പസും പ്രൊട്രാക്ടറും എല്ലാം എടുത്ത് കൈ വെച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് 6 ലൈൻ വരയ്ക്കുക. ശേഷം മക്കളെ, ഇത് 3 ബ്രെഡ്ത്തും 3 കൂടെ വരുത്തിയാൽ കറക്റ്റ് വേണമെങ്കിൽ ആർക്ക് വെച്ച് വരയ്ക്കുന്നവരുണ്ട്. ഇവിടെ പോയിന്റ് വെച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് 3 cm ആക്കിയാൽ മതി. അപ്പോൾ 6ഉം 3ഉം ഉള്ള എന്തായി? ഒരു റെക്റ്റാങ്കിളായി മാറി. 6ഉം 3ഉം ഉള്ള ഒരു റെക്റ്റാങ്കിളായി. ഓക്കെ, ഇത് 3 cm ആണ്. ഇപ്പം അവർ പറഞ്ഞ ആ റെക്റ്റാങ്കിളായില്ലേ? 6 ലെങ്തും 3 ബ്രെഡ്ത്തും ആയപ്പം ഏരിയ എത്രയാടാ? 18 ഒക്കെ ആയില്ലേ? അപ്പോൾ ആ പറഞ്ഞ ആദ്യത്തത് വരച്ച് കഴിഞ്ഞില്ലേ നമ്മൾ? ഇനിയാണ് മെയിൻ ചോദ്യം. ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. ഇതേ ഏരിയ വരുന്ന ഇതേ പരപ്പളവ് വരുന്ന സ്ക്വയർ വരയ്ക്കുക. വരയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ ആൻസറായി. ഇനി ശ്രദ്ധിച്ച് വരയ്ക്കണം. എടാ, ഇതിൻ്റെ ബ്രെഡ്ത്ത് 3 cm അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു 3 ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇപ്പം ഇങ്ങോട്ട് 3 ആയി. ഇപ്പം ഈ ടോട്ടൽ ഈ വര എത്രയാണെന്ന് നോക്കണോടാ. ഇപ്പം ടോട്ടൽ 6ഉം 3ഉം 9 cm ആയി. മക്കളെ, നിങ്ങൾ 8ലെ പഠിക്കുന്നതാണ്. നമ്മൾ 8ാം ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി അല്ലെങ്കിൽ സമഭാജി എന്ന് പറയും. ഈ 9 cm ഉള്ള ഈ ഒരു വരയ്ക്ക് എന്ത് വരയ്ക്കണം? നമ്മൾ ബൈസെക്ടർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. സത്യം പറഞ്ഞാൽ ഈ കറക്റ്റ് 9 cm ഉള്ള വരയുടെ കറക്റ്റ് പകുതി എടുത്ത് അതിലേക്കൂടെ ലൈൻ വരച്ചാലും മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസിൽ ഇപ്പോൾ ഞാൻ ഈ പോയിന്റിനെ A എന്നും B എന്നും വിളിച്ചാൽ, A എന്നും B എന്നുമാണ് വിളിക്കുന്നതെങ്കിൽ AB കോമ്പസ് എടുക്കുക. AB പകുതി കൂടുതൽ എടുക്കുക. പകുതി കൂടുതൽ എന്ന് പറയുമ്പം ഇപ്പോൾ 9 cm ഉള്ള വരയാണെങ്കിൽ അതിൻ്റെ പകുതി കൂടുതൽ, ഇപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ പകുതി വരുമായിരിക്കും, പകുതിയിൽ കൂടുതൽ എടുക്കുക.
പകുതി എടുക്കരുത്, ഫുള്ള് എടുക്കരുത്. പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ പകുതിയിൽ കൂടുതൽ എടുത്തതിന് ശേഷം ഈ എയിൽ വെച്ചുകൊണ്ട്, എയിൽ കുത്തിക്കൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അവിടെ തന്നെ വെച്ചുകൊണ്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കുക. ബിയിൽ കുത്തിക്കൊണ്ട് അതേ ആ കോമ്പസിൻ്റെ അതേ ഭാഗം തന്നെ, അതേ അളവ് തന്നെ, പകുതി കൂടുതലെടുത്ത് അതേ അളവ് വെച്ച് ബി കുത്തിക്കൊണ്ട് ഇവിടെ ഒരു ആർക്ക് ക്രോസ് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് ക്രോസ് ചെയ്യുക. ഇതിനെ തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മക്കളേടാ ഇപ്പോൾ ബൈസെക്ടറായി. നമ്മൾ കറക്റ്റ് സ്കെയിൽ വെച്ച് വരയ്ക്കാത്തതുകൊണ്ടാണ്, പെട്ടെന്ന് പറഞ്ഞാൽ സ്കെയിൽ കൊണ്ട് വരയ്ക്കാത്തതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് വര ലെവലൊക്കെ വരാത്തത്. നിങ്ങൾ കറക്റ്റ് വരയ്ക്കുമ്പോൾ വന്നോളും. നമുക്ക് അങ്ങനെ വരച്ചതിന് ശേഷം മക്കളേടാ ചെയ്യേണ്ടത് ഇപ്പം എന്തായി? ഒരു പെർപെൻഡിക്കുലർ എന്തായി? ബൈസെക്ടറായി. ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നടുക്കൂടെ പോകുന്നത് കൊണ്ട് ഈ ഒരളവും സെയിം ആയിരിക്കും. നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ പി എന്നൊരു പേര് കൊടുത്താൽ ഈ ഒരു പോയിന്റ്, ഈ എ പിയും ബി പിയും തമ്മിലുള്ള അകലം സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു അകലം എടുക്കാം. രണ്ടും സെയിം അകലം ആയതുകൊണ്ട് ഈ അകലം വേണമെങ്കിൽ എടുത്തുകൊണ്ട് കോമ്പസ് ഈ പിയിൽ കുത്തുക. കോമ്പസ് ഈ പി കുത്തിക്കൊണ്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഫുള്ള് സർക്കിൾ വരയ്ക്കരുത്. ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവെടുത്ത്, കോമ്പസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവെടുത്തിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അങ്ങ് സെമി സർക്കിൾ മുകളിൽ വരയ്ക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാ ഫിഗറുടെ മുകളിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കാനാണ് നമ്മൾ താഴെ, ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചാൽ നിങ്ങളോട് താഴെ പറയുന്നത്. താഴെ വരയ്ക്കുക. താഴെ വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ഉണ്ട്, പി ഉണ്ട്, ബി ഉണ്ട്. നമ്മൾ വേറൊരു പോയിന്റ് കൊടുക്കണത് ഇവിടെ ക്യൂ. അത് അങ്ങനെ ക്യൂ എന്ന് പേര് കൊടുക്കാൻ കാരണം നിങ്ങൾ തെറ്റിക്കും. അല്ലെങ്കിൽ മക്കളെ ക്യൂവിൽ നിന്നും താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഒന്ന് മുട്ടും. ഇവിടം വരെ മുട്ടിക്കാവുള്ളൂ. താഴോട്ട് അങ്ങ് വരച്ചുകൊണ്ട് അങ്ങ് പോകരുത്. ഇവിടെ കൊണ്ടുവന്നങ്ങ് നിർത്തുക. ആ നമ്മൾ വരച്ച സെമി സർക്കിളിൻ്റെ അവിടെ കൊണ്ട് നിർത്തുക. എടാ ഈ അളവ് കണ്ട, ഈ ഒരളവ് കണ്ട, ഇതിനെ ഇപ്പോൾ 6 എന്ന് കൊടുത്താൽ ഈ ക്യു ആർ എന്ന് പറയുന്ന ലെങ്താണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. സ്ക്വയറിൻ്റെ ഒരു സൈഡായി. ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ഒരു പക്കാ സ്ക്വയർ ആകത്തില്ലേ? അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ടത് ഈ ക്യു ആർ എന്നുള്ള അളവല്ല ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഈ ക്യു ആർ എന്നുള്ള അളവ് കോമ്പസിൽ എടുത്ത് നോക്കുക. അപ്പോഴത്തേക്ക് നമുക്കൊരളവ് കിട്ടുക. ക്യൂയിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ അളവ്, ഈ ക്യു ആർ എന്നുള്ള അളവ് ഇങ്ങനെ കോമ്പസിലെടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊരു വര വീഴും ഏകദേശം. ഇവിടുന്ന് എന്തായാലും ഈ ബീഡ് ഇപ്പുറത്തെ വര വീഴത്തുള്ളൂ, ഉറപ്പാണ്. അപ്പോൾ അതൊന്ന് നീട്ടി വരച്ചേക്കുക. ശേഷം മക്കളത് ഈ അളവ് തന്നെ അതല്ലേ നിങ്ങളിവിടെ ഒരു മാർക്ക് ചെയ്തത്. ആ മാർക്ക് ചെയ്ത് അവിടെ കോമ്പസ് കൊണ്ടുവന്ന് വെച്ചോണ്ട്, കോമ്പസ് അവിടെ വെച്ചോണ്ട് ഇവിടെ ഒരു മാർക്ക് ഇടുക. കോമ്പസ് ഒരു പുതിയ പോയിന്റിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു മാർക്ക് ഇടുക. ഇനി കോമ്പസ് 6 വെക്കുക. 6 വെച്ചുകൊണ്ട് ആ അളവ് തന്നെ, നമ്മൾ ഈ ക്യു ആർ എടുത്ത അളവാണ് ഇവിടെ ഒരു ആർക്ക് വരച്ചത്. ഇനി അവിടെ വെച്ചുകൊണ്ട് താഴെ ഒരു ആർക്ക്, അതേ അളവ് 6 വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. എല്ലാം കൂടെ അങ്ങ് എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടും. ഇതാണ് നമ്മുടെ സെയിം ഏരിയ വരുന്ന സ്ക്വയർ. വേണമെങ്കിൽ ഒന്ന് ഷെയ്ഡ് ചെയ്തിടാം. കാരണം ഉത്തരം ചോദിച്ചിരിക്കുന്ന മെയിൻ ചോദ്യം സ്ക്വയർ വരയ്ക്കാണ്. അതുകൊണ്ട് ആ വരച്ച സ്ക്വയർ അവർക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. മക്കളെ അപ്പോൾ ഒന്നുകൂടെ സാറ് പറയാം. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. അതേ ഏരിയ വരുന്ന ആദ്യം ഒരു 18 സെൻറ്റിമീറ്റർ വരുന്ന റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതേ ഏരിയ വരുന്ന സ്ക്വയർ വരയ്ക്കുക. 18 ചതുരശ്ര സെൻറ്റിമീറ്റർ വരുന്ന ഒരു ചതുരം വരയ്ക്കുക. അതേ പരപ്പളമുള്ള സമചതുരം വരയ്ക്കുക. മക്കളെ ആദ്യം നമ്മൾ ചതുരം വരച്ചട 6ഉം 3ഉം വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 18 ആയി. ഓക്കെ, 6ഉം 3ഉം എടുത്ത് എന്താണെന്ന് പറഞ്ഞാൽ അടുപ്പമുള്ളത് എടുത്തതേ ഉള്ളൂ. ഇത് രണ്ടും എടുത്ത് വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് വെച്ചുള്ള റെക്റ്റാങ്കിൾ വരച്ച് ആ 3 ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് 6ഉം 3ഉം കൂട്ടുമ്പോൾ 9 ആയി. ആ ഒരു വരയ്ക്ക് നമ്മൾ എന്ത് വരച്ച്? എ ബി എന്ന് പറഞ്ഞ ആ ഒരു വരയ്ക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കറക്റ്റ് നടുക്കൂടെ കടന്നുപോയി. കോമ്പസ് എടുക്കുക, ഈ അളവെടുക്കുക, സെമി സർക്കിൾ മുകളിലും വരയ്ക്കാം. നമ്മൾ താഴെയാണ് വരച്ചത്. താഴെ സെമി സർക്കിൾ വരച്ചതിന് ശേഷം ക്യൂ എന്ന് പറയുന്ന ആ റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു എൻഡ് ഉണ്ട്. ആ എൻഡിൽ നിന്ന് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ആ സെമി സർക്കിളിൽ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുക. ആ അളവാണ് നമ്മുടെ വരയ്ക്കേണ്ട സ്ക്വയറിൻ്റെ അളവ്. ആ അളവെടുക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് വരച്ചെടുത്ത് വെച്ചുകൊണ്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കുക. അതേ സ്ഥലത്ത് നിന്ന് കോമ്പസ് എടുത്തുകൊണ്ട് 6 വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. കംപ്ലീറ്റ് ചെയ്യുക, ഒന്ന് ഷെയ്ഡ് ചെയ്തിടുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ എടാ മക്കളെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, മാർക്ക് എ പോയിന്റ് 7 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ സെൻറ്റർ, ഡ്രോ ടാൻജൻറ്റ് ഫ്രം ദ പോയിന്റ് പി ടു ദ സർക്കിൾ. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുക. അതേ കണ്ട ക്വസ്റ്റ്യൻ. ആരം 3 സെൻറ്റിമീറ്റർ ആയ വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്നും 7 സെൻറ്റിമീറ്റർ അകലെ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. പിയിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. എടാ മെയിൻ ക്വസ്റ്റ്യനിലെ
അവർ പറയുന്ന ഓർഡറിൽ നമുക്ക് വരച്ച് പോവാം. അവർ പറയുന്ന ആദ്യം പറഞ്ഞ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ഉള്ള സർക്കിൾ വരയ്ക്കുക. നമ്മൾ വരച്ചു കൊടുത്തേക്കാം 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. റേഡിയസ് എത്ര 3 എടുക്കുക. സ്കെയിലിൽ 3 എടുത്തതിന് ശേഷം കോമ്പസ് സ്കെയിലിൽ വെച്ചുകൊണ്ട് കറക്റ്റ് 3 സെൻറ്റിമീറ്റർ നോക്കിയിട്ട് 3 സെൻറ്റിമീറ്റർ ഉള്ള സർക്കിൾ വരയ്ക്കുക. 3 സർക്കിൾ നമ്മൾ വരച്ച് 3 സർക്കിൾ വരച്ചിട്ട് കറക്റ്റ് സെൻറ്റർ നമുക്ക് കാണാൻ പറ്റുമല്ലോ. വൃത്തകേന്ദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ മാർക്ക് എ പോയിന്റ് 7 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ സെൻറ്ററിൽ നിന്നും, സെൻറ്ററാണ് ഇതാണ് സെൻറ്റർ, ഈ പോയിൻ്റാണ് സെൻറ്ററിൽ നിന്നും എന്ത് വരയ്ക്കുക 7 സെൻറ്റിമീറ്റർ നീക്കി ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. നിലവിൽ ഇപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? റേഡിയസ് തന്നെ 3 ഉണ്ട്. ഇവിടുന്നൊന്നും 7 വരയ്ക്കരുത്. അവർ പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്, മാർക്ക് എ പോയിന്റ് 7 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ സെൻറ്റർ. തെറ്റിക്കരുത്. സെൻറ്ററിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ നീക്കി വരയ്ക്കുക. അപ്പം ഓൾറെഡി സെൻറ്ററിൽ നിന്ന് ഇവിടം വരെ 3 ആയി. 3ൻ്റെ കൂടെ എത്രയും കൂടെ വേണം? 7 ആകണമെങ്കിൽ ഒരു 4 കൂടെ പോരാടാ. ഒരു 4 കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ 7 ആയി. 4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 7 ആയി. 3 4 കൂടെ ആയപ്പോൾ 7 ആയി. ഇനി അവർ പറയുന്നത് എന്താണ്? ഡ്രോ ടാൻജൻറ്റ് ഫ്രം ദ പോയിന്റ് പി ടു ദ സർക്കിൾ. ഈ പറയുന്ന പി ആണ് ഈ പോയിന്റ്. 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നൊരു പോയിന്റ്, പി എന്ന് പറയുന്നൊരു പോയിന്റ് 7 സെൻറ്റിമീറ്റർ നീക്കി മാർക്ക് ചെയ്യുക. അവിടുന്ന് സർക്കിളിലേക്ക് ടാൻജൻറ്റ് വരയ്ക്കാനാണ് പറയുന്നത്, അല്ല തൊടുവര വരയ്ക്കാനാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ടോട്ടൽ എത്രയാണ്? കഴിഞ്ഞ കണക്കിൽ പറഞ്ഞല്ലോ, ടോട്ടൽ എത്രയാണ്? ഇപ്പം 7 സെൻറ്റിമീറ്റർ ആണ്. 3 4 കൂടെ കൂട്ടുമ്പോൾ 7. ഈ 7ന് നമ്മൾ എന്ത് വരയ്ക്കുക? ലംബ സമവാചി വരയ്ക്കുക, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇതേ സെയിം ചോദ്യം നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നതാണ്. അവരിവിടെ ഈ 7ന് പകരം 7.5 പറഞ്ഞിരുന്നത്. 7.5 സെൻറ്റിമീറ്റർ അവേ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ 7.5 ആകുമ്പം ഈ 4 വരച്ചാൽ പോരാ, നമ്മളൊരു 4.5 വരയ്ക്കണം. 7 ആയതുകൊണ്ടാണ് നമ്മൾ 4 വരച്ചത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇനി നമ്മൾ വരയ്ക്കണം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോവാണ്. പകുതിയിൽ കൂടുതൽ എടുക്കുക. ഇപ്പം 3, 7ൻ്റെ പകുതി 3.5 ഇത്രയും 3 ആണെങ്കിൽ 3.5 ഇവിടെയൊക്കെ വരുമായിരിക്കും. ഇങ്ങനെ വരച്ച് വിട്ടാൽ മതി. പക്ഷേ അതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലത് ഈ 7 ആയതുകൊണ്ടാണ് കറക്റ്റ് 3.5 നമുക്ക് എടുത്ത് വരയ്ക്കാൻ പറ്റുന്നത്. 7.5 ഒക്കെ ആകുമ്പോൾ മെനക്കേടാണ്. അതുകൊണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് തന്നെ പഠിക്കുക. പകുതിയിൽ കൂടുതൽ എടുക്കുക. പകുതി ഇവിടാണ്. അതിൽ പകുതിയിൽ കൂടുതലുള്ള അളവെടുത്തിട്ട് ബൈസെക്ടർ ഇവിടെ കുത്തി. ഇപ്പോൾ സെൻറ്റർ സി ആണെങ്കിൽ ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അവിടെ വെച്ചുകൊണ്ട് തന്നെ താഴെ ഒരു ആർക്ക് വരയ്ക്കുക. ഇനി ആ കോമ്പസിൽ അതേ അളവ് പകുതി കൂടുതൽ എടുത്തുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് ക്രോസ് ചെയ്യുക. താഴോട്ടുള്ള ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് ക്രോസ് ചെയ്യുക. ശേഷം ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? മുട്ടിക്കുക. ഇപ്പോൾ ഇതെന്തായി? പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. ഇനി സിമ്പിളാണ് പരിപാടി. ഇപ്പോൾ ഈ ഒരു പോയിന്റിനെ ഞാൻ ഒ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഒ സിയും ഒ പിയും തമ്മിലുള്ള അകലം സെയിം ആണ്. ആ അകലം എടുത്തുകൊണ്ട് ഈ അകലവും സെയിം ആണ്. സെൻറ്ററൽ കോമ്പസ് വെച്ചുകൊണ്ട് സർക്കിൾ വരയ്ക്കാം. സെൻട്രൽ കോമ്പസ് വെച്ചാൽ സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരയ്ക്കണമെന്ന് നിർബന്ധമില്ലടാ. സർക്കിൾ വരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടാൻ വേണ്ടിയാണ്. ഈ സർക്കിളിനെ ആ വരയ്ക്കുന്ന വലിയ സർക്കിൾ എവിടെ കട്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാണ്. സർക്കിളൊന്നും വരയ്ക്കണ്ട. നിങ്ങളിത് ഇവിടെ വെച്ചുകൊണ്ട് കോമ്പസിൽ ഈ ഒരളവെടുത്തുകൊണ്ട് ഈ ഒരളവെടുത്ത് ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചാൽ മതി. ഇവിടെ വെച്ചുകൊണ്ട് കോമ്പസിൽ ഈ ഒരളവെടുത്തുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഈ ഒരു അളവെടുക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. സർക്കിൾ വരയ്ക്കണം നിർബന്ധമില്ല. അതേ അളവ് വെച്ചുകൊണ്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക. ഈ 2 കട്ടിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സർക്കിൾ സത്യം പറഞ്ഞാൽ വരയ്ക്കുന്നത്. സർക്കിൾ വരയ്ക്കണമെന്ന് ചോദ്യത്തിൽ പറയുന്നില്ലല്ലോ. ആ പിയിൽ നിന്ന് ടാൻജൻറ്റ് വരയ്ക്കാനല്ലേ പറയുന്നുള്ളൂ. നമ്മളിത് ശേഷം ഇനി ഈ പിയിൽ നിന്നും ഇതാണ് ആ ടാൻജൻറ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്യുക. പിയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഈ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് 4 മാർക്കിനാണ് ഈ ചോദ്യം ചോദിച്ചത്. സിമ്പിളായിട്ട് 4 മാർക്ക് മേടിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. നമുക്ക് അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 2 കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ. ഇപ്പോൾ 2 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച്. ഏതൊക്കെയാണ്? ആദ്യത്തെ ഒരു ചോദ്യം റെക്റ്റാങ്കിൾ വരച്ചിട്ട് സ്ക്വയർ വരയ്ക്കുന്നത്. പിന്നെ വേറൊരെണ്ണം സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് 7 സെൻറ്റിമീറ്റർ മാറി പോയിന്റ് അടയാളപ്പെടുത്തി ടാൻജൻറ്റ് വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ചോദ്യങ്ങൾ, അടുത്ത കുറച്ച് വരാൻ പോകുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ അറിയണമെങ്കിൽ ഇതറിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാൻ പറ്റും. മെയിനായിട്ട് ഒന്ന് സർക്കം സർക്കിൾ, മറ്റൊന്ന് ഇൻസർക്കിൾ. സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ മക്കളുടെ പരിവൃത്തം. ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ അന്തർവൃത്തം. ഇൻ സർക്കിൾ എന്താണ്? ഇന്നാണ്. സർക്കിൾ അകത്താണ്. അപ്പം എന്താണ് നമുക്ക് തെറ്റിപ്പോകുന്നതാണ്. ട്രയാങ്കിൾ വന്നിട്ട് അകത്ത് സർക്കിൾ വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസർക്കിൾ. നമുക്ക് ട്രയാങ്കിളും സർക്കിളൂടെ കണക്ഷൻ ഉള്ളൊരു ഫിഗറാണ് സർക്കം സർക്കിളെന്നും ഇൻസർക്കിളെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് ഡൗട്ട് വരുന്നത് ഇതിൽ ഏതാണ് അകത്ത്? സർക്കിൾ അകത്താകുന്നതിൻ്റെ പേരെന്ത് വരുന്നത്?
അല്ലെങ്കിൽ ട്രയാങ്കിൾ അകത്ത് വരുന്നതിൻ്റെ പേരെന്തോ വരുന്നത് ഡൗട്ട് വരും. സർക്കിൾ അകത്താണെങ്കിൽ ഇൻ സർക്കിൾ, സർക്കിൾ ഇന്നാണ്, ഇന്നെന്ന് പറഞ്ഞാൽ അകത്ത്, അതുകൊണ്ട് ഇൻ സർക്കിൾ. അല്ലെങ്കിൽ സർക്കിൾ അന്തർ, അന്തർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദിയിലൊക്കെ പറഞ്ഞു വരുമ്പോൾ അകത്തെന്നല്ലേ മീനിങ് വരുന്നത്. അപ്പം സർക്കിൾ അകത്താണെങ്കിൽ അന്തർവൃത്തം, സർക്കിൾ ഇന്നാണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ് ഇൻ സർക്കിൾ ആണ്. ഓക്കെ, ഇനി അപ്പം സർക്കം സർക്കിൾ എന്താണ്? ഇൻ സർക്കിളിൽ സർക്കിൾ അകത്താണെങ്കിൽ സർക്കം സർക്കിളിൽ സർക്കിൾ പുറത്തായിരിക്കും. സർക്കിൾ പുറത്താണെങ്കിൽ അകത്ത് എന്ത് വരും? ട്രയാങ്കിൾ വരും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതികളാണ് സാറോട് എഴുതിയേക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, രണ്ടിലും ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. അടുത്തത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സർക്കം സർക്കിൾ വരയ്ക്കൂ, ഡ്രോ എ സർക്കം സർക്കിൾ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ, അല്ലെങ്കിൽ പരിവൃത്തം വരയ്ക്കാന്ന് പറഞ്ഞ് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നത് കുറവാണ്, എന്നാലും ചോദിച്ചേക്കാം ചിലപ്പോൾ. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. അല്ലെങ്കിൽ ഇൻ സർക്കിൾ വരയ്ക്കൂ, ഡ്രോ ഇൻ സർക്കിൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. എന്താണ് അന്തർവൃത്തം വരയ്ക്കാനൊക്കെ ചോദിക്കുന്ന മെയിൻ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും സർക്കം റേഡിയസ് 3 സർക്കം റേഡിയസ് 2.5 ആണെന്നൊക്കെ പറഞ്ഞാൽ അതെന്ത് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനാണ്? സർക്കം സർക്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ. ആ സ്ഥാനത്ത് ഇൻ റേഡിയസ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അന്തർവൃത്ത ആരം, ഇവിടെ ചോദിക്കുന്നത് സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ പരിവൃത്ത ആരം, ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ അന്തർവൃത്ത ആരം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഏതിൻ്റെ ക്വസ്റ്റ്യനാണ്? ഇൻ സർക്കിളിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി പരിവൃത്ത ആരം അല്ലെങ്കിൽ എന്താണ് സർക്കം റേഡിയസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് സർക്കം സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. സർക്കം റേഡിയസ് എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. സർക്കം എന്ന് കാണുമ്പോഴേ സർക്കം സർക്കിളിൻ്റെത്, ഇന്നെന്ന് കാണുമ്പോഴേ ഇൻ സർക്കിളിൻ്റെത്. ഇനി ലാസ്റ്റ് ഡ്രോ എ ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ആർ ഓൺ ദ സർക്കിൾ. ഈ ഒരു വരി ശ്രദ്ധിച്ചാൽ മതി. വെർട്ടീസസ് ആർ ഓൺ ദ സർക്കിൾ എന്താണ്? ത്രികോണത്തിൻ്റെ മൂലകൾ വൃത്തത്തെ തൊടുന്നു. ആ ഫിഗർ ഒന്ന് നോക്കിയാൽ മതിയടാ. ഈ ത്രികോണങ്ങളുടെ മൂലകളെല്ലാം വൃത്തത്തെ തൊടുവല്ലേ? ഈ ഫിഗറിൽ, സർക്കം സർക്കിളിൻ്റെ ഫിഗറിൽ ത്രികോണത്തിൻ്റെ മൂലകളെല്ലാം വൃത്തത്തെ തൊടുക. ത്രികോണത്തിൻ്റെ മൂലകൾ വൃത്തത്തെ തൊടുന്നു, അല്ലെങ്കിൽ വെർട്ടീസസ് ഓൺ ദ സർക്കിൾ. ഈ ഒരു പോയിന്റ് ഇത്രയും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ മക്കൾ, വെർട്ടീസസ് മൂലകൾ എന്നൊരു വാക്ക് കണ്ടാൽ സർക്കം സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അതിന് പകരം സൈഡ് ടച്ചസ് ദ സർക്കിൾ. ഡ്രോ എ ട്രയാങ്കിൾ ഹൂസ് സൈഡ് ടച്ചസ് ദ സർക്കിൾ. എന്താണ്? ത്രികോണത്തിൻ്റെ വശങ്ങൾ വൃത്തത്തെ തൊടുന്നു. ത്രികോണത്തിൻ്റെ വശമല്ലേടാ വൃത്തത്തെ തൊട്ട് പോകുന്നണ്ട, വൃത്തത്തെ തൊട്ടുരുമി ഇങ്ങനെ പോകുന്നണ്ട. അതുകൊണ്ട് സൈഡ് ടച്ചസ് ദ സർക്കിൾ അതൊരു കീവേഡാണ്. സൈഡ് ടച്ചസ് ദ സർക്കിൾ എന്ന് കണ്ടാൽ അത് ഏതിൻ്റെ ക്വസ്റ്റ്യൻ? ഇൻ സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ. വശങ്ങൾ, ത്രികോണത്തിൻ്റെ വശങ്ങൾ വൃത്തത്തെ തൊടുന്നു, അന്തർവൃത്തം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അന്തർവൃത്തം ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ അവർ നമുക്ക് പറഞ്ഞു തരത്തില്ല, അന്തർവൃത്തത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയത്തില്ല. ക്വസ്റ്റ്യനിനകത്ത് നമ്മൾ മനസ്സിലാക്കണം. സൈഡ്സ് എന്നുള്ള വാക്ക് കണ്ടാൽ അന്തർവൃത്തം. ഇനി വെർട്ടീസസ് അല്ലെങ്കിൽ മൂലകൾ എന്നുള്ള വാക്ക് കണ്ടാൽ പരിവൃത്തം. ഇനി അന്തർവൃത്തവും പരിവൃത്തവും മനസ്സിലാക്കാൻ ഇൻ സർക്കിൾ ഇന്നാണ്, സർക്കിൾ ഈസ് ഇൻ, അങ്ങനെയാണെങ്കിൽ ഇൻ സർക്കിൾ അന്തറാണ്, അങ്ങനെയാണെങ്കിൽ അന്തർവൃത്തം. അപ്പം അകത്ത് ഒരെണ്ണം പഠിച്ച് 2 കൺഫ്യൂസിങ് ഫാക്ട്, 2 പഠിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും നല്ലൊരു സൈക്കോളജിക്കൽ മെത്തേഡാണ് ഒരെണ്ണം പഠിച്ചു വെക്കുക. കൂട്ടത്തിൽ ഒരാളെ വൃത്തിയായി പഠിക്കുക. എന്താണ് പരിവൃത്തം എന്ന് പഠിക്കുക, അല്ലെങ്കിൽ എന്താണ് അന്തർവൃത്തം എന്ന് പഠിക്കുക. അന്തർവൃത്തം പഠിക്കുന്നതാണ് നല്ല. ഇൻ സർക്കിൾ അകത്ത് വന്നാൽ ഇൻ സർക്കിൾ. അപ്പോൾ സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിൾ പുറത്തായിരിക്കും. സിമ്പിൾ ഐഡിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് ഇനി ചോദ്യങ്ങൾ ചെയ്യാം. ഇനി ഓക്കെ, ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. ഇതൊന്ന് ഈ വേർഡുകളൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ മക്കളെ. നമുക്കപ്പോൾ നമ്മുടെ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പം, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകണം ഇത് ഇൻ സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ അന്തർവൃത്തത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ പരിവൃത്തമാണോ, ഇൻ സർക്കിളാണോ, സർക്കം സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണോ നോക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. ഈ ആംഗിൾസ് 50, 60, 70 എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് 50, 60, 70. 3 കൂടെ ഒന്ന് കൂട്ടിക്ക് 180 ഡിഗ്രി വരും. അതൊരു ഐഡിയ. അങ്ങനെയുള്ള ഒരു എന്ത് വരയ്ക്കുക? ട്രയാങ്കിൾ വരയ്ക്കുക വിത്ത് വെർട്ടീസസ് ആസ് പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. ഈ ഒരു വരി ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വെർട്ടീസസ് എന്ന് കണ്ടാൽ വെർട്ടീസസ് അത് ഏതിൻ്റെ ക്വസ്റ്റ്യനാണ്? വെർട്ടീസസ് അല്ലെങ്കിൽ മൂലകൾ. ഒരു കീവേഡാണ് മൂലകൾ അല്ലെങ്കിൽ വെർട്ടീസസ്. ഞാൻ പറഞ്ഞു മൂലകളാണെങ്കിൽ അല്ലെങ്കിൽ വെർട്ടീസസ് ആണെങ്കിൽ ഏതിൻ്റെ ക്വസ്റ്റ്യൻ? സർക്കം സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ. വെർട്ടീസസ് ആണെങ്കിൽ സർക്കം സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പരിവൃത്തത്തിൻ്റെ ചോദ്യം. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ആ കീവേഡ് ഓർത്ത് വെച്ചാൽ അതിനാണ് തൊട്ട് നമ്മളൊരു ബോക്സ് വരച്ച് പഠിപ്പിച്ചത്. അത് ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് ഇട്ടോളാം. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എന്താണ് മൂലകൾ ഈ വൃത്തത്തിലായി വരയ്ക്കുകയാണെന്ന് വെച്ചാൽ 3 സെൻറ്റിമീറ്റർ ആരമുള്ളൊരു വൃത്തം വരയ്ക്കുക. അവർ പറയുന്ന ആദ്യം വരയ്ക്കുക 3 സെൻറ്റിമീറ്റർ. ശ്രദ്ധിക്കുക,
ഇത് ഏതിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കം സർക്കിളിൻ്റെ ആണെന്ന് പറഞ്ഞത്. സർക്കം സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ഇൻസർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ക്വസ്റ്റ്യനിൽ ആദ്യം റേഡിയസ് പറയുന്നുണ്ടെങ്കിൽ ഏത് ചോദ്യമാണെങ്കിലും സർക്കമാണെങ്കിലും സർക്കം സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇൻസർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ആദ്യം നമ്മൾ ആദ്യം റേഡിയസ് പറയുന്നുണ്ടെങ്കിൽ ആ സർക്കിൾ വരച്ചിരിക്കണം. 3 സെൻറ്റിമീറ്റർ ഉള്ളൊരു സർക്കിൾ വരയ്ക്കുക. വരച്ചതിന് ശേഷം സെൻറ്റർ നമുക്ക് കിട്ടും വരയ്ക്കുമ്പോൾ. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇനി വരയ്ക്കേണ്ടത് 50, 60, 70 വരുന്ന എന്ത് വരയ്ക്കുക, ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ 50, 60, 70 ട്രയാങ്കിളിലെ സം ഓഫ് ദി ആംഗിൾ എത്ര 180 അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 180 വരും. ഇതെന്തിനാ സാർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 വരുന്നത് എടുത്ത് പറയുന്നത് അറിയാമല്ലോ എന്ന് ആലോചിച്ചാൽ ഇവിടെ മെയിൻ ഒരു സംഭവമുണ്ട്. ഇവിടെ ഈ 70 ഒരു മിസ്സിങ് ആക്കി തരാം. 50, 60 ഉള്ള അങ്ങനെ വെച്ചോണ്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ 50, 60 വന്നാൽ 50, 60 കൂട്ടുമ്പോൾ 15, 16 കൂട്ടുമ്പോൾ എന്താണ് 50, 60 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 110 ആണ്. 110 പോയിട്ട് ബാക്കി എത്ര വേണം ഇനി 180 ആകാൻ? 110 പോയിട്ട് എന്താണ് 180 മൈനസ് 110 70 ഡിഗ്രി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ തരാം. 3 ആംഗിൾ തരണമെന്ന് നിർബന്ധമില്ല. 2 എണ്ണേ വന്നിട്ടുള്ളല്ലോ, ഒരെണ്ണം വന്നിട്ടില്ലല്ലോ, എങ്ങനെ വരയ്ക്കുമെന്നും പറഞ്ഞ് ആലോചിച്ചിരിക്കരുത്. അതിനാണ് സാറ് പറഞ്ഞത് 50, 60, 70 ഇപ്പോൾ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരാളെ തന്നില്ലെങ്കിൽ 180ന്ന് മറ്റേ ഈ രണ്ടുകൂടെ കൂട്ടിയിട്ട് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന രീതി മക്കളെ ശ്രദ്ധിച്ചോണം. 3 സർക്കിളല്ലേ നമ്മൾ വരച്ചേക്കുന്നത്, 3 എന്ന് അടയാളപ്പെടുത്തിയിട്ടേക്കാം 3 സെൻറ്റിമീറ്റർ. എടാ ഈ ആംഗിളും ശ്രദ്ധിക്കുക, 50, 60, 70. നമ്മൾ ഈ സർക്കിളിൻ്റെ അകത്തല്ലേ ഈ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, സർക്കിളിൻ്റെ അകത്താണ് ഈ ട്രയാങ്കിൾ വരേണ്ടത്. അതുകൊണ്ട് സർക്കിളിൻ്റെ ആംഗിളിനെ കൺസിഡർ ചെയ്താണ് നമ്മൾ വരയ്ക്കുന്നത്. സർക്കിളിൻ്റെ ആംഗിൾ എത്രയാണ്? ടോട്ടൽ ആംഗിൾ 360 അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെയാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ പരിവൃത്തത്തിൻ്റെ ചോദ്യമാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം എന്ന് ഓർത്താൽ മതി. എടാ സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തത്തിൻ്റെ ചോദ്യം വന്നാൽ ഈ പറയപ്പെടുന്ന ആംഗിളുകളുടെ എല്ലാം ഇരട്ടി എടുക്കണം. 50ൻ്റെ ഇരട്ടി 50ൻ്റെ ഇരട്ടി എടാ 100, 60ൻ്റെ ഇരട്ടി 120, 70ൻ്റെ ഇരട്ടി 140. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ട്രയാങ്കിളിൻ്റെ ആയതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 വരും. ഇതെല്ലാം കൂടെ കൂട്ടാമെങ്കിൽ എത്ര കിട്ടും? 360 കിട്ടും. തെറ്റിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. കൂട്ടുമ്പോൾ 360 കിട്ടുന്നില്ല, നിങ്ങൾ എടുത്ത അളവുകൾ ഏതോ തെറ്റിയിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന അളവെല്ലാം കൂടെ കൂട്ടുമ്പോൾ 180യും നമ്മൾ ഈ ഇരട്ടി എടുത്ത എല്ലാം കൂടെ കൂട്ടുമ്പോൾ 360യും കിട്ടണം. കിട്ടി. ഈ അളവ് വെച്ച് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 100 ഡിഗ്രി എടുക്കുക. പൊട്രാക്ടർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. നമ്മൾ ഈ ഒരു രീതിയിൽ പൊട്രാക്ടർ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. കറക്റ്റ് പൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഇവിടെ വെച്ചതിന് ശേഷം 100 ഡിഗ്രി അടയാളപ്പെടുത്തുക. നിങ്ങൾ കറക്റ്റ് അടയാളപ്പെടുത്തിയാൽ മതി. 100 ഡിഗ്രി 90 ആകുമ്പോൾ നേരെ വരും, 100 ആകുമ്പോൾ ഏകദേശം ഇവിടെയൊക്കെ വരും. 100 ഡിഗ്രി അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങോട്ടൊരു വര വരയ്ക്കുക. ഓക്കെ, പൊട്രാക്ടർ അവിടെ വെച്ച് 100 ഡിഗ്രി നമ്മൾ വരച്ച്, ഇത് 100 ഡിഗ്രിയാണ്, ആംഗിൾ 100 ഡിഗ്രി. ഇനി പൊട്രാക്ടർ വെക്കേണ്ടത് തിരിച്ചാണിത്, ഇങ്ങനെ വെക്കണം. പൊട്രാക്ടർ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പൊട്രാക്ടർ വെച്ചുകൊണ്ട്, അല്ലാതെ ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഇനി 120 അടയാളപ്പെടുത്തരുത്. ഇപ്പുറത്തോട്ട് ചരിച്ച് വേണ്ട. പൊട്രാക്ടറിൻ്റെ ഒരു ഷേപ്പ് പോലെ ഞാൻ വരച്ചേക്കുന്ന പൊട്രാക്ടറിൻ്റെ അവിടെ വെച്ചുകൊണ്ട് ഇനി എത്ര അടയാളപ്പെടുത്തുക? 120. നേരെ വന്നാൽ 100 ആയിരിക്കും പൊട്രാക്ടർ. കുറച്ചുകൂടി ഇങ്ങോട്ട് ചരിയുമ്പോൾ 120, ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ 120 ആവും. ഇപ്പം 100 ആയി, 120 ആയി. ഇത് 100, ഇത് എത്ര ആംഗിൾ? 120. ഇനി ബാക്കി ഇവിടെ വേണേൽ പൊട്രാക്ടർ വെച്ചുകൊണ്ട് 140 അടയാളപ്പെടുത്താം. പക്ഷെ അടയാളപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം 100 ആയി, 120 ആയി. ടോട്ടൽ 360 സർക്കിളിൻ്റെത്. ടോട്ടൽ 360. 100, 120 ആയാൽ ബാക്കി പോയിട്ട് എത്രയേ വരത്തുള്ളൂ? 140. ഓക്കെ, ഇനി ഈ എന്താണ് വെർട്ടീസസ് ആസ് പോയിന്റ്സ് ഓൺ സർക്കിൾ എന്നല്ലേ, മൂലകൾ വൃത്തത്തെ തൊടണം. അപ്പോൾ ഈ മൂലകളെ തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ കിട്ടും. സർക്കിളിൻ്റെ മക്കൾ ഈ ഒരൊറ്റ ചോദ്യം പഠിച്ചാൽ മതി. സർക്കിൾ എങ്ങനെ അവന്മാർ വെറൈറ്റി ആക്കി ചോദിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അളവ് തരാതെ ചോദിക്കാം. 50, 60. എന്നിട്ട് നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കാൻ പറയാം. 50, 60 ആണെങ്കിൽ ടോട്ടൽ 180 വരണം. 180 വന്നിട്ടില്ല. 50, 60 കൂട്ടുമ്പം 110 ആകുന്നുള്ളൂ. ഇനി 70 കൂടെ വന്നാലേ വരത്തുള്ളൂ. അപ്പോൾ 2 വന്നാൽ മറ്റൊരാളവിടെ കണ്ടുപിടിച്ച് വരയ്ക്കാൻ അറിയാമല്ലോ, അങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ 50, 60 അല്ലെങ്കിൽ എന്താണ് 50ഉം 70ഉം തന്നേക്കുക. എന്നിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ 50, 70 ആണെങ്കിൽ പിന്നെ ബാക്കി പോയിട്ട് എത്ര വരണം? 60. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫായാലും അങ്ങനെ ചോദിക്കത്തുള്ളൂ. ഒന്നിലെ ഡയറക്റ്റ് സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ ചോദ്യം വെർട്ടീസസ് എന്ന് കണ്ടാൽ ശ്രദ്ധിക്കുക, സർക്കിളിൻ്റെ ചോദ്യമാണ് അല്ലെങ്കിൽ പരിവൃത്തത്തിൻ്റെ ചോദ്യമാണ്. ഓക്കെ, നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കുക ഏതാണ് ഞാൻ പറഞ്ഞ് എന്താണ്. നേരത്തെ നമ്മൾ സർക്കിളിൻ്റെ ഏൽപ്പിച്ച് അവരൊറ്റ ചോദ്യം പഠിച്ചാൽ മതി. അതിൻ്റെ അകത്തുനിന്ന് ഒരു എക്സെപ്ഷണൽ കേസ് വരുന്ന കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള 2 ആംഗിൾ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഇതിപ്പോൾ ഈ ചോദ്യം നോക്കുക, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന, ഇനി ഞാൻ അടുത്തുള്ള എല്ലാം ഇൻസർക്കിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇൻസർക്കിൾ ആണെന്ന് അറിയായിരിക്കും.
പക്ഷേ എങ്കിലും നമുക്കൊന്ന് വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു കീവേഡ് നമുക്ക് ഇത് ഇൻസർക്കിളിൻ്റെ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരയ്ക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് റേഡിയസ് പറഞ്ഞാൽ ആദ്യം അങ്ങ് എന്ത് വരച്ചേക്കണോടാ, സർക്കിൾ വരച്ചേക്കണം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് 2 ആംഗിൾ 60 ഡിഗ്രി 70 ഡിഗ്രി. 60 70 രണ്ട് ആംഗിളേ വന്നുള്ളൂ. 60 70. ഓക്കെ. വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. സൈഡ് എന്നുള്ള വേർഡ്, സൈഡ് അല്ലെങ്കിൽ മലയാളം മീഡിയത്തിലാണെങ്കിൽ എങ്ങനെയാടാ, സൈഡ് എന്ന് പറയുന്നതിന് പകരം വശങ്ങളെല്ലാം വൃത്തത്തിൻ്റെ തൊടുവരകളായ ഒരു ത്രികോണം എന്ന് വെച്ചാൽ വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻസർക്കിൾ. വശങ്ങൾ എന്നാണ് പറയുന്നതെങ്കിൽ ഇൻസർക്കിൾ, അല്ലെങ്കിൽ എന്താണ് വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻസർക്കിൾ ആണ്, അല്ലെങ്കിൽ അന്തർവൃത്തമാണ്. സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻസർക്കിൾ ആണ് എന്ന് ഓർത്ത് വെക്കുക. എടാ അപ്പോൾ ഇവിടെ സൈഡ്സ് ടച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ ആദ്യം എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരച്ചേക്കുക. 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചതിന് ശേഷം 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഓക്കെ, 3 സെൻറ്റിമീറ്റർ. ഈ ഒരു സർക്കിൾ വരച്ചതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലടാ, ഈ ആംഗിൾ പറയുന്നത് വരയ്ക്കേണ്ട ട്രയാങ്കിളിൻ്റെ ആംഗിൾ, ത്രികോണത്തിൻ്റെ ആംഗിൾ 60 70 പറയുന്നുള്ളൂ. 60 70 ആണെങ്കിൽ ത്രികോണത്തിന് ടോട്ടൽ 180 അല്ലേ. 60 70 ആയാലും രണ്ടും കൂടെ കൂട്ടുമ്പം 60 70 130 180 ആണെങ്കിൽ ബാക്കി പോയിട്ട് എത്ര വരണം, 50 കൂടെ വരണം. ക്വസ്റ്റനിൽ അങ്ങനെ ഒരാളെ മിസ്സിങ് ആക്കി തരാം. ഞാൻ സർക്കിൾ പറഞ്ഞില്ലേടാ, ഒരാളെ മിസ്സിങ് ആക്കി തരാം. അങ്ങനെ ചോദിച്ചാൽ 60 70 സിമ്പിളായിട്ട് നമുക്ക് 60 70 കൂടെ കൂട്ടുമ്പോൾ 130, 180 130 കുറച്ചാൽ എത്ര, 50 കിട്ടി. എടാ ഇത് ഇൻസർക്കിളിൻ്റെ ക്വസ്റ്റ്യനാണ്. സൈഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇൻസർക്കിളിൻ്റെ ചോദ്യം അല്ലെങ്കിൽ എന്താണ് അന്തർവൃത്തത്തിൻ്റെ ചോദ്യത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. ഓക്കെയാണ്. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇരട്ടിയല്ല എടുക്കേണ്ടത്, ഇരട്ടി എടുക്കരുത്. ഇൻസർക്കിളിൻ്റെ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ആവുന്ന 180 ഇതിൽ നിന്ന് കുറയ്ക്കുക. 180 - 60 180 കുറയ്ക്കുക. 180 - 60 എത്ര, 180 - 60 120 ആണ്. ഇരട്ടി എടുത്തപ്പോൾ 120 വന്നതാണെന്ന് ആലോചിക്കുന്നത് അല്ല, അതങ്ങനെ വന്നു പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ 70 ആകുമ്പോൾ 70യുടെ ഇരട്ടിയാണെങ്കിൽ 140 വരും. പക്ഷേ ഇരട്ടിയല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. 180 നീ 70 കുറയ്ക്കണം. 180യിൽ നിന്നും 70 കുറച്ചാൽ 110. ഇനി 180യിൽ നിന്നും 50 കുറച്ചാൽ എത്ര വരും, 130. നമ്മളെല്ലാം കൂടെ കൂട്ടിക്കേടാ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 360 വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഞാൻ പറഞ്ഞു മുകളിലത്തെ എല്ലാം കൂട്ടുമ്പോൾ 180 വരികയും താഴത്തെ എല്ലാം കൂട്ടുമ്പോൾ 360 വരികയും ചെയ്യണം. അപ്പോൾ ഓക്കെ ആയി. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പോലെ ഇരട്ടിയല്ല എടുത്തേക്കുന്നത്. 180 ഈ അളവിൽ നിന്നെല്ലാം 180 കുറച്ചുള്ള ഒരളവാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മളിനി വരയ്ക്കാൻ പോകുന്നത്. 120 നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്രാക്ടർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. 120 അടയാളപ്പെടുത്തത് 120 ഇവിടെയൊക്കെ വരും ഏകദേശം. 120 അടയാളപ്പെടുത്തി ഒരു വര വരയ്ക്കുക. ഇപ്പോൾ വരച്ച ആ പുതിയ വരയിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്നിട്ട് ചരിച്ച് വെക്കുക. അവിടുന്ന് എത്ര അടയാളപ്പെടുത്തുക, 110. ഇവിടെ 120 അടയാളപ്പെടുത്തി. ഇവിടെ 110 ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഇത് 120യും ഇത് 110 ആയ സ്ഥിതിക്ക് ഇത് ബാക്കി എത്ര ആയിരിക്കും, ഉറപ്പാണ്, നോക്കേണ്ട കാര്യമില്ല, 130 ആയിരിക്കും. ഇത് ഇങ്ങനെ അങ്ങ് കൊണ്ടുവന്ന് അടുപ്പിക്കരുത്. അപ്പോൾ അത് പഴയ സർക്കിളിൻ്റെ ക്വസ്റ്റ്യനായി പോകും. ഇൻസർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം. എന്താണ് ഈ സൈഡ്സ് എവിടെ എന്താണ് സർക്കിളിൽ ടച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. വരയ്ക്കുന്ന രീതി ഈ 3 പോയിൻ്റ് ഒന്ന് നോക്കി വെക്കുക. അങ്ങ് മുട്ടിക്കരുത്. മുട്ടിക്കാൻ വേണ്ടിയില്ല, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രൊട്രാക്ടർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. 90 ഡിഗ്രി അടയാളപ്പെടുത്തിക്കൊണ്ട് ടാൻജൻറ്റ് വരയ്ക്കുക. ഓക്കെ, എല്ലായിടത്തും കൊണ്ടുവന്നതല്ല പ്രൊട്രാക്ടർ ചരിച്ച് വെച്ചുകൊണ്ട് ഇവിടുന്ന് ടാൻജൻറ്റ് വരയ്ക്കുക. ഇത് ഇവിടെയും പ്രൊട്രാക്ടർ ഉണ്ടെന്ന് ഇങ്ങനെ ചരിച്ച് വെച്ചുകൊണ്ട് ഇവിടെ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് 90 അടയാളപ്പെടുത്തി അവിടുന്ന് ടാൻജൻറ്റ് വരയ്ക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ. ബാക്കി തുടച്ച് കളയണമെന്നില്ല. ഇത് വരയ്ക്കുന്ന രീതി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ടീച്ചർമാർക്കും നമ്മുടെ പേപ്പർ നോക്കുന്നവർക്കും മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരച്ചതിന് ശേഷം ആ പോയിന്റിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്യരുത്. അപ്പോൾ സർക്കിളാവും. ജോയിൻ ചെയ്യാതെ നമ്മൾ ചെയ്യേണ്ട രീതിയാണ് മക്കളെടാ. ഈ പോയിന്റിൽ നിന്ന് പ്രൊട്രാക്ടർ കൊണ്ടെന്ന് വെച്ചുകൊണ്ട് 90 ടാൻജൻസ്. വേറെ ചുമ്മാ ടാൻജൻറ്റ് വരച്ച് വിടുന്നവരുണ്ട്. കറക്റ്റ് 90 വെക്കുക. കറക്റ്റ് 90 ആണ് വരക്കേണ്ടത്. 90 വെച്ചുകൊണ്ട് ആ വരകളെല്ലാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ക്വസ്റ്റ്യനായി, ഇൻസർക്കിളായി. സർക്കിൾ അകത്തായില്ലേ, സർക്കിളിൻ്റെ സൈഡുകളെല്ലാം ആ ട്രയാങ്കിളിനെ ടച്ച് ചെയ്യുമല്ലേ. ഈ സൈഡ് ടച്ച് ചെയ്യുന്നു, ദൈവം ടച്ച് ചെയ്യുന്നു, എല്ലാ സൈഡും ടച്ച് ചെയ്യുക. അതാ അവർ പറഞ്ഞ സൈഡ് ടച്ചിങ് ദ സർക്കിൾ എന്ന്. ഓക്കെ, അപ്പോൾ മക്കളെ അപ്പോൾ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം ഇത് എന്താണ്, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ. 5 6 7
എന്നുള്ള അളവ് വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിളിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇൻ സർക്കിൾ എന്ന് പറഞ്ഞ് ചോദിക്കും. നമ്മുടെ ഈ മോഡൽ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡ്രോ എ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 7 സെൻറ്റിമീറ്റർ എന്ന് ചോദിച്ചായിരുന്നു. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പം എന്താണ്, 3 വശങ്ങളും തുല്യമാണ്. അപ്പോൾ അങ്ങനെയായി വരുമ്പം ഈ 5, 6, 7 മാറി നിങ്ങൾ എല്ലായിടത്തും 7 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ നമ്മൾ നിങ്ങൾ വരച്ചിരുന്നാൽ മതി. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ, ഈ സെയിം ക്വസ്റ്റ്യൻ 5, 6, 7 മാറ്റി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 7 എന്ന് കൊടുത്തെന്ന് വെച്ചാൽ എല്ലാ വശങ്ങളും 7 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് അവർ കൊടുത്തത് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നത്. ഓക്കെ, 5, 6, 7 സെൻറ്റിമീറ്റർ വശങ്ങളുള്ളൊരു ത്രികോണം വരയ്ക്കുക. ഈ ത്രികോണത്തിൻ്റെ അന്തർവൃത്തം വരയ്ക്കുക എന്നായിരുന്നു. അങ്ങനത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സൈഡ് തന്നിട്ട് അതിന് ഇൻ സർക്കിൾ വരയ്ക്കാൻ, ആംഗിളിന് പകരം സൈഡ്സ് ആണ് തന്നിരിക്കുന്നത്. 5 മാർക്കാണ് ഈ ചോദ്യം. ഈ പ്രാവശ്യം മോഡലിന് ചോദിച്ചാൽ നിങ്ങൾ മോഡലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി, അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓക്കെ, 5 മാർക്കാണ്. അപ്പം ചിലർക്ക് ഇൻ സർക്കിൾ വരയ്ക്കുമ്പോഴത്തേക്ക് അകത്ത് കറക്റ്റ് നിൽക്കത്തില്ല. വരച്ച് പക്കായിട്ട് വരച്ച് പഠിക്കുക. നമ്മൾ പറയുന്ന കുറച്ച് ഐഡിയകളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് അകത്ത് തന്നെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, നോക്കിയാണോടാ. അപ്പോൾ സൈഡല്ലേ പറയുന്നത്, സൈഡ് പറയുന്നുണ്ട്. റേഡിയസ് പറയാനാണെങ്കിൽ റേഡിയസ് പറയാനാണ് നമ്മൾ ആദ്യം സർക്കിൾ വരയ്ക്കുന്നത്. ഇപ്പോൾ സൈഡ് പറയുന്നുണ്ട് ആദ്യം സൈഡ്സ് നമുക്ക് വരയ്ക്കാൻ നിർവാഹമുള്ളൂ, വേറെ വല്ലതും വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ 5, 6, 7 എങ്ങനെ വരയ്ക്കാം? ബേസ് 5 ആക്കിക്കൊണ്ട് സൈഡ് 6, 7 ആക്കാം. പല രീതിയിൽ വരയ്ക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ വരയ്ക്കുന്നത് അവർ പറയുന്ന ഓർഡറിൽ അങ്ങ് വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. എങ്ങനെയും വരയ്ക്കാം. ഞാൻ ബേസ് 5 ആക്കി. ബേസ് 5 സെൻറ്റിമീറ്റർ, ട്രയാങ്കിളിൻ്റെ ബേസ് 5. ട്രയാങ്കിളിൻ്റെ ബേസ് 5. ഇനി സൈഡ്സ് 6, 7 അല്ലേ വരേണ്ടത്. ഇപ്പോൾ ദേ AB എന്ന് പേര് കൊടുത്താൽ എയിൽ വെച്ചുകൊണ്ട് ഞാൻ കോമ്പസിൽ ഒരു 6 സെൻറ്റിമീറ്റർ എടുക്കും. 6 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു ആർക്ക്. ഇനി ബിയിൽ വെച്ചുകൊണ്ട് 7 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യും. അപ്പോൾ അതെ നമുക്കിങ്ങനെ നമുക്കൊരു പക്ക ഒരു ട്രയാങ്കിൾ കിട്ടും. നമുക്ക് ഇത് 6 ആണ്, ഇത് 7 ആണ്. ചിലർ വിചാരിക്കും ചുമ്മാ 5 വരച്ച് ചുമ്മാ അങ്ങ് വരയ്ക്കാമെന്ന് വിചാരിക്കും. പക്ഷേ കറക്റ്റ് കിട്ടത്തില്ല. ഇങ്ങനെ തന്നെ ആർക്ക് വെച്ച് തന്നെ വരയ്ക്കണം. 5 ഉള്ളവർ 5 ബേസ് വരയ്ക്കുക. സൈഡിൽ 6 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു ആർക്ക്, എയിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക്, അതിനെ കട്ട് ചെയ്യാൻ ബിയിൽ വെച്ചുകൊണ്ട് 7 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു ആർക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുനിന്നായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് സർക്കിൾ വരയ്ക്കേണ്ടത്. ഇൻ സർക്കിളിൻ്റെ ചോദ്യമല്ലേ. അപ്പോൾ സർക്കിൾ അകത്ത് വരണ്ടേ, അല്ലെങ്കിൽ അന്തർവൃത്തമല്ലേ. അന്തർവൃത്തമാകുമ്പോൾ വൃത്തം അകത്ത് വരണം. ഓക്കെ, അപ്പം നമുക്ക് ഇൻ സർക്കിൾ വരയ്ക്കാനുള്ളൊരു ഐഡിയ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആദ്യത്തെ 2 ചോദ്യങ്ങളിൽ നമ്മൾ എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് നമുക്ക് ഓർമ്മ വേണ്ട. അതുപോലൊരു സംഭവം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അവിടെ പഠിക്കുന്നതാണ്. ഡൗട്ടുള്ളവരൊന്നും എന്താണ് ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളാണ്. ഈ ഒരു പോയിന്റിൽ വെക്കുക. ഈ എ എന്ന് പറയുന്ന ഒരു ആംഗിളിനും ബി എന്ന് പറയുന്ന ഒരു ആംഗിളിനും ആംഗിൾ ബൈസെക്ടർ വരച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുന്നത്. നോക്കണം, എയിൽ വെക്കുക. കോമ്പസിൽ ചെറിയൊരു അളവെടുക്കുക. ചെറിയൊരളവെടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് ഒരു ആംഗിൾ വരയ്ക്കുന്നതൊന്ന് ക്രോസ് ചെയ്തേക്കുക. അതിൽ അളവ് മാറ്റരുത്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അളവ് മാറ്റാതെ അതേ അളവ് ബിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഈ അളവൊക്കെ മാറ്റുമ്പോഴാണ് പണി കിട്ടുന്നത്. നമ്മൾ ഇൻ സർക്കിളൊക്കെ വരയ്ക്കാനിരുന്നാൽ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പടം വരച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അവർ വരയ്ക്കുന്നുണ്ടോ ഇവർ വരയ്ക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആ സമയത്ത് നോക്കാൻ പോകരുത്. ഒരു പ്രോബ്ലം ചെയ്യുന്ന പോലെ അല്ല. മാത്സിൽ പ്രത്യേകിച്ച് വേണ്ടതാണ് കോൺസെൻട്രേഷൻ. ഒരു പ്രോബ്ലം പ്രത്യേകിച്ച് ഫിഗർ, പ്രോബ്ലത്തിൽ അത്രയും വിഷയം വരുമെന്ന് തോന്നുന്നില്ല. ഫിഗർ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അപ്പോൾ അതെ ആ ഒരു ചെറിയൊരു അളവെടുത്തുകൊണ്ട് ഇവിടെ ഒരു ക്രോസിങ് കട്ട് ചെയ്ത് ഇവിടെ ഒരു കട്ട് ചെയ്ത് ഇനി ആ കോമ്പസിലെ അളവൊന്ന് ഇച്ചിരി ഒന്ന് വലുതാക്കുക. ഒരുപാടങ്ങ് വലുതാക്കരുത്, ഇച്ചിരി ഒന്ന് വലുതാക്കിയതിന് ശേഷം ഇത് ഇവിടെ 2 പോയിൻ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ 2 നമ്മൾ ആ കട്ട് ചെയ്ത ട്രയാങ്കിളിനെ കട്ട് ചെയ്ത 2 പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇപ്പുറത്ത് വെച്ചുകൊണ്ട് ഈ ആർക്കൊന്ന് ക്രോസ് ചെയ്യുക. ഇതങ്ങ് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത് ആംഗിളിനെ തുല്യമായി ഭാഗിച്ച് അല്ലെങ്കിൽ ബൈസെക്റ്റ് ചെയ്ത് സമഭാഗം ചെയ്ത്. ഇനി ഇതുപോലെ തന്നെ ഈ ആ അളവ് തന്നെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക്, ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർക്ക്. നേരത്തെ ഈ വരച്ച ഈ ആർക്കിൻ്റെ ഇങ്ങനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വിട്ടേക്കുക. ഇതേ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആ ആർക്കിലോട്ട് കൊണ്ടൊന്ന് മുട്ടിക്കുക. രണ്ടുകൂടെ കൂട്ടിമുട്ടുന്നൊരു ഭാഗം. ആ ഭാഗത്തു നിന്ന് താഴോട്ട് വരയ്ക്കുന്ന വരയാണ് റേഡിയസ് എന്ന് വിളിക്കുന്നത്. ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ചോദിക്കാം ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ ആൻഡ് മെഷർ ദ റേഡിയസ് എന്ന് ചോദിക്കും. ചില ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം മോഡലൊന്നും ചോദിച്ചില്ലായിരുന്നു, ചിലപ്പോൾ ചോദിക്കാം. മെഷർ ദ റേഡിയസ് നമ്മൾ ഇതാണ് നമ്മുടെ റേഡിയസ്. ഈ ഡോട്ടഡ് ലൈനാണ് നമ്മുടെ റേഡിയസ്. എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ അകത്ത് സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഈ അളവ് കോമ്പസിലെടുക്കുക. ഈ അളവ് കോമ്പസിലെടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ
കറക്കിയാൽ മതി, അകത്ത് നിന്നോളും. ഓക്കെ, അകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് വരും, ഒരു സർക്കിൾ വന്നോളും. സർക്കിൾ അകത്ത് നിൽക്കണം കേട്ടോ. മാക്സിമം അകത്ത് നിർത്താൻ നോക്കുക. എങ്ങനെയെങ്കിലും നമ്മൾ മാക്സിമം സർക്കിൾ അകത്ത് നിർത്തണം. വെളിയിൽ പോയെന്നും പറഞ്ഞ് ഇപ്പോൾ ഇത്രയും ഭാഗം വേണം വെളിയിൽ പോയെന്നും പറഞ്ഞ് എന്ത് ചെയ്ത് ഒരു ഇൻസർക്കിൾ വരച്ചപ്പോഴത്തേക്കും കുറച്ച് ഭാഗം ഇങ്ങനെ വെളിയിലോട്ട് പോയി. അവിടെ നിന്ന് തുടച്ച് കളഞ്ഞ് നമ്മൾ ബുദ്ധിമാന്മാരായെന്ന് വിചാരിക്കരുത്. കാരണം എന്താ, കണ്ടാൽ ചളങ്ങിയിരിക്കുന്ന സർക്കിൾ പോലെ ഇരിക്കും, അങ്ങനെ വരയ്ക്കരുത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒന്നുകൂടെ വരച്ച് നമുക്ക് കിട്ടും. നിങ്ങൾ ചെയ്യാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് വരച്ച് പക്കായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ 6ാമത്തെ ചോദ്യം അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിന് കൺസ്ട്രക്ഷൻ്റെ പോർഷനിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്ലെയിൻ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എ ബി 5 സെൻറ്റിമീറ്റർ, എ ബി 5 ആണ്. ആംഗിൾ എ 65 ആണ്, ആംഗിൾ ബി 55 ആണ്. ഡ്രോ ദ ട്രയാങ്കിൾ എ ബി സി. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ ഒരു സൈഡും 2 ആംഗിളും വെച്ചുകൊണ്ട് ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഡ്രോ ദ ഇൻസർക്കിൾ, ശേഷം ഇൻസർക്കിൾ വരയ്ക്കുക. മെഷർ ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ. ഞാൻ പറഞ്ഞില്ലേ മെഷർ ദ റേഡിയസ് എന്ന് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ചോദിക്കും. മെഷർ ചെയ്ത് നമ്മൾ എഴുതി കൊടുക്കണം അത്. ഓക്കെ, എ ബി സി എന്ന ത്രികോണത്തിൽ എ ബി 5 സെൻറ്റിമീറ്റർ, ആംഗിൾ എ 65, ആംഗിൾ ബി 55. ത്രികോണം വരച്ച് അന്തർവൃത്തം വരയ്ക്കുക. ത്രികോണം വരയ്ക്കുക, അന്തർവൃത്തം വരയ്ക്കുക. അന്തർവൃത്ത ആരം എഴുതുക. അന്തർവൃത്തത്തിൻ്റെ ആരം എത്രയാണെന്ന് അളന്ന് എഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ വരയ്ക്കുന്നത് നേരത്തെ 5, 6, 7 സൈഡ് തന്നിട്ട് ആ സൈഡ്സ് വെച്ചുകൊണ്ട് നമ്മൾ ട്രയാങ്കിൾ വരച്ച് അകത്ത് നമ്മൾ ഇൻസർക്കിൾ വരച്ചില്ലേ, അതുപോലെ ചെറിയ രീതിയിൽ അതേപോലെയൊക്കെ തന്നെയാണ്. ആദ്യം നമ്മളിത് എ ബി 5, എ ബി നമ്മൾ 5, നമ്മൾ ബേസ് 5 ആക്കി. ഇത് എ, ഈ ഒരു പോയിന്റ് ബി, എ ബി 5 സെൻറ്റിമീറ്റർ. ആംഗിൾ എ എത്രയാണ്, ആംഗിൾ എ 65 അല്ലേ. പൊട്രാക്ടർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. 65 ഡിഗ്രി അടയാളപ്പെടുത്താൻ വല്ല പാടണ്ട, ഇല്ല. 65 ഡിഗ്രി സിമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ 65 ഒന്ന് വിചാരിക്കുക, 65 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇനി അപ്പുറത്തുനിന്നുള്ള ആംഗിൾ എത്രയാണ്, 65 ഡിഗ്രി അടയാളപ്പെടുത്തിയാൽ അടുത്ത ആംഗിൾ ബി 55 ആണ്. 55 അപ്പോൾ കുറച്ചുകൂടെ ചരിഞ്ഞായിരിക്കും. ഓക്കെ, 55, 65, 55 അതായത് നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് വരും. 65 ഡിഗ്രി ഇവിടെ നിന്ന് ഒരു 55 ഡിഗ്രിയും അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇതേ അവർ പറഞ്ഞ കറക്റ്റ് അളവായില്ലേ. ആംഗിൾ എ ബി എന്ന് പറഞ്ഞ സൈഡ് 5, ആംഗിൾ എ 65, ആംഗിൾ ബി 55. ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് ഇൻസർക്കിൾ വരയ്ക്കാനാണ്. നേരത്തെ തൊട്ട് മുമ്പത്തെ ഇതിപ്പോൾ 6ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് വരയ്ക്കുന്നത്. മക്കളെടാ, ഇവിടെ ഈ ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ ഉണ്ടെങ്കിലും 65, 55 ആണ്. ആംഗിൾ ഉണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയൊരു അളവെടുത്ത് ഒന്ന് ആംഗിൾ പോലെ ഒന്ന് ക്രോസ് ചെയ്യുക. ഇവിടെയും ചെറിയൊരു അളവെടുത്ത് ആംഗിൾ പോലെ ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചേക്കുക. രണ്ടും ഒരേ അളവാണ്. ഇനി ഈ രണ്ട് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട് പൊട്രാക്ടർ അല്ല, കോമ്പസ് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി ഇവിടെ ഒരു ആർക്ക്, ഇവിടെ കുത്തിക്കൊണ്ട് ഇവിടെ ഒരു ആർക്ക്. ഇത് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ബൈസെക്ടർ വരയ്ക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഇവിടെ കൂടെ നിർത്തരുത്, കുറച്ചുകൂടെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത്. കാരണം ഇത് നമ്മൾ ക്രോസ് ചെയ്യേണ്ടതല്ലേ, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്ക്. ഇവിടെ നിന്ന് ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക്, ഇവിടെയൊക്കെ വരുമായിരിക്കും ഏകദേശം. ഇവിടെ ഒരു ആർക്ക്, ഇവിടെ നിന്ന് ഇവിടെ ഒരു ആർക്ക്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഭാഗത്തായിരിക്കും വരുന്നത്, കുഴപ്പമില്ല. കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിക്കാൻ ഇവിടെ കൂട്ടിമുട്ടുന്നൊരു പോർഷനുണ്ട്, ഒന്നിച്ച് കണക്ട് ചെയ്ത് പോകുന്നൊരു പോർഷനുണ്ട്. അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് താഴോട്ടുള്ള അളവിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു അളവ് കോമ്പസിലെടുത്തുകൊണ്ട് ആ ഫിഗർ എന്ത് ചെയ്താൽ മതി, ആ ഫിഗർ അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഒന്നും എടുക്കാതെ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ വരുന്നത്. നിങ്ങൾ കോമ്പസൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റ് വന്നോളൂ. പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് വരച്ചാൽ മതി. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു ട്രയാങ്കിളിന് എങ്ങനെയാണ് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നത്, ഒന്ന് ആദ്യം ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക്, ഇവിടെ നിന്ന് ഇവിടെ ഒരു ആർക്ക്, അതങ്ങ് ജോയിൻ ചെയ്യുക. ചിലപ്പോൾ ഇവിടെ വെക്കുമ്പോൾ ഇവിടം വരെയൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇവിടം വരെ വരും. ബാക്കി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതും കൂട്ടിമുട്ടുന്നൊരു പോർഷൻ വന്നോളൂ. അവിടെ നിന്ന് അളവെടുത്ത് അവിടെ കുത്തിക്കൊണ്ട് കറക്കിയാൽ മതി. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഫിഗർ. ഈ 6 പ്രോബ്ലം വൃത്തിയായിട്ട് ഈ ഒരു 6 കണക്ക് നമ്മൾ ഇന്ന് ചെയ്യിപ്പിച്ച ഈ ഒരു വീഡിയോയിൽ പറയുന്ന 6 കണക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്നൊരു 3 ചോദ്യം അല്ലെങ്കിൽ മിനിമം ഒരു 3 ചോദ്യം ഇതിന് ഉറപ്പാണ്. ഈ 6 ഈ ഒരു 6 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് 12 മാർക്ക് നിങ്ങളുടെ വരുന്ന 17-ാം തീയതി അടുത്ത തിങ്കളാഴ്ചത്തെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കും. ഇതിൻ്റെ അകത്തൊരു മോഡൽ എക്സാമിനും ഈ ഒരു 6 എണ്ണത്തിൻ്റെ ഒരു 3 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ 6 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സർക്കം സർക്കിളിനെക്കാട്ടി കുറച്ചുകൂടെ നിങ്ങൾ ഇൻസർക്കിളിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക്
നല്ലോണം ഇത് പഠിച്ച് നിങ്ങൾക്ക് പരീക്ഷ നല്ലോണം എഴുതാൻ പറ്റും. മക്കളപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മക്കളതുപോലെ സാറിൻ്റെ ഈ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് മാത്രം പോകാതെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തുള്ള വീഡിയോകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റായി രേഖപ്പെടുത്താം. എന്തെങ്കിലും സാറേ ഇതേപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണം, ഇന്ന വീഡിയോകൾ വേണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റിൽ എന്ത് ചെയ്യാം, രേഖപ്പെടുത്താം. നമുക്കതിനനുസരിച്ച് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.